പണ്ട് എല്ലാ ഗ്രൂമും ഇട്ടുകൊണ്ടിരുന്നത് ഒരു ബ്ലാക്ക് മാത്രമാണ്, ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ആഷ് കളറ് അങ്ങനത്തെ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബ്രൈഡിനനുസരിച്ച് തന്നെ ഗ്രൂമിൻ്റെ കളർ കോമ്പിനേഷൻസ് നോക്കി അവരും മാറി തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരെണ്ണം തന്നെ കണ്ടോ, റെഡും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡും ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും അടിപൊളി, ബേജും അതുപോലെ തന്നെ റെഡും. എല്ലാ ബ്രൈഡിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് റെഡ്. അപ്പോൾ ബേജും റെഡും കോമ്പിനേഷനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇത്. അതുപോലെ തന്നെ ഇത് ടോൺ ടു ടോൺ ആയിട്ട് വരുന്ന സെയിം ഷെയ്ഡ്സ് വരുന്നതും ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഗ്രൂമിനും ചില ഷെയ്ഡ്സൊക്കെ നല്ല ചേർന്ന് പോകും, അതുപോലെ തന്നെ ബ്രൈഡിനും ചേരും. ഇത് അതുപോലെ തന്നെ കോപ്പർ ഗോൾഡ് വരുന്നതാണ് ഗ്രൂമിൻ്റെ ഷെർവാണി വന്നിട്ട്. എന്നിട്ട് നമ്മുടെ ഒരു റോയൽ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ ഷെയ്ഡാണ് ബ്രൈഡിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് നല്ലത്. ഇത് കണ്ടോ, ഇതാണെങ്കിൽ ബേജും അതുപോലെ തന്നെ ബ്ലാക്കും വന്നിരിക്കുന്നത്. നല്ല ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇത് രണ്ടും വരുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേജ് കളറ് ഗ്രൂമിനും റെഡ് കളർ സാരിയും ആ ഒരു കളർ കോമ്പിനേഷനാണത്. ഇപ്പോൾ ഇതുപോലത്തെ കളർ കോമ്പിനേഷൻസ് ഒരുപാട് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും ഗ്രൂമിനും ബ്രൈഡിനും ചൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഷെയ്ഡ്സ്. ഇതാണെങ്കിൽ ബ്രൈഡ് ആക്ച്വലി ഒരു വയലറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് നമ്മുടെ ഗ്രൂം ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നല്ല പേസ്റ്റൽ ടോൺ ആണ്. ഇത് രണ്ടും ബ്രൈഡിനും ഗ്രൂമും പേസ്റ്റൽ ടോൺസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഷെയ്ഡ്സ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഇതുപോലെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും.